യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പൗലോസ്ലീഹായെ കുറിച്ചും ആ ലേഖനങ്ങളിലൂടെയുമാണ് നമ്മൾ ഇനി തുടർന്നുള്ള എല്ലാ ഇതിലും പ്രസംഗങ്ങളിലൊക്കെ പറയാൻ പോകുന്ന പൗലോസ്ലീഹായെ ആ ലേഖനങ്ങളിലൂടെയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. യേശുവിൻ്റെ മനസാന്തരത്തിലൂടെ യേശുവിൻ്റെ ദൈവിക വെളിപ്പാടുകൾക്ക് ലഭിച്ചതിന് ശേഷം ക്രിസ്തുവിനെ പീഡിപ്പിച്ചിരുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച പൗലോസിനെ യേശുവിനെ സ്വന്തമായി തീരുകയും ക്രിസ്തുവിനെ പ്രതി മരിക്കാനുള്ള ഒരു തീക്ഷ്ണത നൽകി പൗലോസ്ലീഹായെ അങ്ങനെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാം പ്രദാനം ചെയ്തത് എന്നുള്ള ഒരു ബോധ്യത്തിലെ എഫെസോസ്കാർക്ക് 2-ാം അധ്യായം 8-ാം വാക്യത്തിലൊക്കെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. 2 കൊരിന്ത്യർ 12:9 നിനക്ക് എൻ്റെ കൃപ മതി, എൻ്റെ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്നൊക്കെ പൗലോസ്ലീഹായുടെ ആ ലേഖനങ്ങളിലൂടെ നമുക്ക് കണ്ടുപിടിച്ച് കാണാൻ സാധിക്കും. യേശുവെ പൗലോസ്ലീഹായിലുള്ള ആ തീക്ഷ്ണത, ആ ദൈവിക വെളിപ്പാടുകൾ, ആ ലേഖനങ്ങളിലെല്ലാം എഴുതിയിരിക്കുന്ന ആ ഒരു ദൈവികമായ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോയുടെ ആ ദാനങ്ങളും കൃപകളും ധാരാളമായി നിറയാനായിട്ട്, വചനത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ ഉറക്കുകയും ചെയ്യുന്നവരെയാണ് കടാക്ഷിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ അനുതാപവും എളിമയുമുള്ള വ്യക്തികളായിട്ട് ആ വചനത്തെ ഹൃദയത്തിൽ പൂർണ്ണമായി സ്വീകരിക്കാനായിട്ട്, വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായി തീരാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമേ. അങ്ങനെ പൗലോസ്ലീഹായുടെ ആ ലേഖനങ്ങൾ ഒക്കെ ബൈബിളിൽ തുറന്ന് അത് വായിച്ച് അത് കൂടുതൽ ഗ്രഹിക്കാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. അങ്ങനെ ക്രിസ്തുവിനെ പടി എല്ലാം നഷ്ടമായി കരുതിയ, എല്ലാം തനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പടി നഷ്ടമായി കരുതി ക്രിസ്തുവിനെ സ്വന്തമാക്കി ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച പൗലോസ്ലീഹായെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, അങ്ങേത്തെ കൃപയും ദാനങ്ങളും എന്നിലേക്ക് ധാരാളമായി ചൊരിയണമേ. ദൈവത്തിൻ്റെ പാപം തന്നെയായ ദൈവത്തിൻ്റെ മുന്നിൽ ആരും പരിപൂർണനായ വ്യക്തികൾ ആരും തന്നെയില്ല. എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള കുറവുകളുണ്ട് എന്നുള്ള ഒന്ന് അംഗീകരിക്കാനും, നമ്മളിലുള്ള ഏതെങ്കിലും നന്മ പ്രവർത്തികൾ അത് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ചെയ്യുന്നതാണെന്നുള്ള ബോധ്യത്തിൽ അതിൽ നമുക്ക് അഹങ്കരിക്കേണ്ട ഒരു ആവശ്യവുമില്ലെന്നും പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളിലുള്ള എല്ലാ നന്മ പ്രവർത്തികളും അത് ദൈവം നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നും നമുക്ക് ഒന്നിനെ കുറിച്ചും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ദാനമായി ലഭിച്ച വ്യക്തികളെന്ന ബോധ്യത്തിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും ദൈവത്തെ വിശ്വസിക്കുകയും അത് ദൈവത്തെ ഹൃദയത്തിൽ യേശുവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലായിരിക്കാനും അങ്ങനെ സ്നേഹത്തിൽ ഒരു നിമിഷം മുന്നേറാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഹൂദ മതത്തിലെ ജനിച്ചു വളർന്ന് ഒരു ഫരിസേയനായ വ്യക്തിയായിട്ടാണ് നമുക്ക് പൗലോസ്ലീഹായെ കാണാനായി സാധിക്കുക. റോമൻ പൗരത്വം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആ പഴയ നിയമഗ്രന്ഥമെല്ലാം കൃത്യമായി പഠിച്ച് അതിലെല്ലാം അഗ്രാഹ്യമായ അറിവുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ.
അങ്ങനെ ക്രിസ്ത്യാനികളെ ജെറുസലേമില് പത്രോസൊക്കെ പ്രസംഗിച്ച് അങ്ങനെ യഹൂദമതത്തോടുള്ള തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ച് ഒരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. അങ്ങനെ ക്രിസ്ത്യാനികള് യഹൂദമതത്തിന് എതിരായിട്ടുള്ള വ്യക്തികളാണെന്നുള്ള മതവിരോധികളാണെന്നുള്ള ഒരു ചിന്തയില് ജെറുസലേമില് അങ്ങനെ ക്രിസ്ത്യാനികൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒറ്റ കാരണത്താല് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനായിട്ട് ആരംഭിച്ചു പൗലോസ് സ്ലീഹ. ആദ്യത്തെ രക്തസാക്ഷിയായ സെഫാനോസിനെ ആ രക്തസാക്ഷിത്വത്തിന് നേതൃത്വം നൽകുകയും അങ്ങനെ പൗലോസിന്റെ കാൽക്കിലാണ് അവര് വസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് സാക്ഷികള് പൗലോസിന്റെ കാൽക്കിൽ അവരെ വസ്ത്രങ്ങൾ അയച്ചു വെച്ചു എന്നൊക്കെ നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ സാവൂളിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ അപ്പസ്തോലന്മാര് എല്ലാവരും ചിതറി പല സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കാൻ തുടങ്ങിയെന്നറിഞ്ഞ പൗലോസ് ഡമസ്കസിലേക്ക് കുതിരപ്പുറത്ത് പോകുമ്പോൾ അവിടെ യേശുവിൻ്റെ പ്രകാശം എന്ന പോലെ യേശു പൗലോസ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുകയും നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് പറഞ്ഞ് ആരാന്ന് ചോദ്യത്തിന് യേശുവാണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ പൗലോസ്ലീഹ തൻ്റെ തെറ്റ് തിരിച്ചറിയുകയും അങ്ങനെ 3 ദിവസം അന്ധനായി തുടരുകയും ചെയ്തുകൊണ്ട് ആ ദിവസങ്ങളിലെല്ലാം അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് അങ്ങനെ കൈവെപ്പിലൂടെ ആ കാഴ്ച തിരിച്ചു നൽകുകയും അങ്ങനെ പൗലോസ് സ്ഥാനമേൽക്കുകയും അങ്ങനെ ക്രിസ്ത്യാനിയായി തീരുകയും ചെയ്ത ആ ഒരു മാനസാന്തര കഥയൊക്കെ ബൈബിളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ പ്രതിയും പിന്നെ ജീവൻ പോലും ബലികഴിക്കാനായിട്ട് ഉള്ള തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയായിട്ട് തീർന്ന പൗലോസിന്റെ ജീവചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അങ്ങനെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 4-ാമതും 7-ാമതും ദാനമായി ലഭിച്ചതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് അംഗീകരിക്കാൻ ഒന്നുമില്ല. എല്ലാം ദാനമായിരിക്കുകയും ദാനമെന്നെല്ലാം മറ്റുള്ള അംഗീകരിക്കുന്നതിനെ റോമക്കാർക്ക് ലേഖനം 9-16 വാക്യത്തില് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയാനം എല്ലാത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 1-21 വാക്യത്തില് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്നൊക്കെ പൗലോസ്ലീഹ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനങ്ങളാണ്. ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാകുന്നവൻ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. 1 തീമോഥെയോസ് 1:16 പാപികളിലെ ഒന്നാമനാണ്, പക്ഷെ എനിക്ക് അങ്ങയുടെ കാരുണ്യവും ലഭിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ആ കൃപ എന്നിൽ പൂർണ്ണമായും പ്രകടമായി. അങ്ങനെ ഒക്കെ ഈ ലേഖനങ്ങളിലെല്ലാം പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എഫേസുകാർക്ക് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നു. എന്താണ് കൃപ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ നമുക്ക് അർഹിക്കാത്ത ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ജീവൻ അങ്ങനെ നമുക്ക് കൃപ പ്രദാനം ചെയ്യുന്നു. അത് നമുക്ക് പുതിയ ഒരു ജീവനും പുതിയൊരു ശക്തിയും നമുക്ക് ദൈവം നമ്മെ കുറ്റപ്പെടുത്താതെ നമ്മെ തെറ്റുകാരായിട്ട് ലഭിക്കാതെ കൃപ ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, ദൈവത്തിന്റെ ദാനമാണ്.
നമുക്ക് കൃപ ലഭിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിലെ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നതെന്ന് പൗലോസ്ലീഹ ഇവിടെ പറയുന്നു. എന്നിലേക്ക് കടന്നു വന്ന കൃപ നമ്മെ അറിയിക്കുന്ന ശിക്ഷയിൽ നിന്ന്, നമ്മെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് യേശു തൻ്റെ കുരിശുമരണവും പീഡാസഹനവും ഉത്ഥാനവും വരെയും നമ്മുടെ പാപങ്ങളെല്ലാം ഈശോ കുരിശിൽ ഏറ്റെടുത്തു. അങ്ങനെ നമ്മളെ ആ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിൻ്റെ ആ ദാനമാണ് കൃപയായി നമ്മളിലേക്ക് വരുന്നത്. 2 തിമോഥെയോസിന്റെ എഴുതിയ ലേഖനത്തിലെ സകല മനുഷ്യരിലും രക്ഷാകരമായ കൃപ ഉദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ പാപിയെ പാപത്തിൽ നിന്ന്, പഴയ നിയമത്തിലെല്ലാം പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് നമുക്ക് 10 കൽപ്പനകൾക്ക് നൽകി. പക്ഷേ ആ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ശക്തി കൂടിയും ഈ കൃപയിലൂടെ നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്നു. അങ്ങനെ പരാജയനായ പാപിയായ വ്യക്തിയെ സഹായിക്കാൻ യേശുവിൻ്റെ ആ ഒരു കൃപ നമ്മളിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നു നിറയുന്നു. അങ്ങനെ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 4 മുതലുള്ള കാര്യങ്ങളെല്ലാം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെയൊക്കെ യേശുവിൻ്റെ മുന്നിലത്തെ തെറ്റ് യേശുവിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി അവരെ യേശുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വ്യക്തിയെ, ആ പാപിനിയായ സ്ത്രീയെ മറ്റുള്ള എല്ലാവരും കുറ്റം വിധിക്കുമ്പോൾ യേശു അവൾക്ക് വേണ്ടി വാദിക്കുകയും അങ്ങനെ ഇനിമേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെ വിട്ടയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് യേശുവിൻ്റെ തെറ്റ് ചെയ്ത വ്യക്തിക്കും യേശു നദികളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് ഇന്ന് സാധിക്കും. അത് പാപത്തിൽ തുടരാൻ വേണ്ടിയുള്ള ലൈസൻസ് അല്ല കൃപ എന്ന് പറയുന്നത്. അത് കൃപ നഷ്ടപ്പെടുത്താതെ നമുക്ക് മാമോദീസയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൃപയും ദാനവുമെല്ലാം അത് മാമോദീസയിലൂടെ ദൈവം സൗജന്യമായി നമുക്ക് നൽകുകയാണ്. പിന്നെ നമ്മൾ പാപം ചെയ്യാതെ ആ കൃപയിൽ ഉറച്ചു നിന്നുകൊണ്ട് അന്ത്യം വരെ അതിൽ വിശ്വസിച്ചതോടെ നിലനിന്നുകൊണ്ട് ആ കൃപയോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു അങ്ങനെ നമ്മുടെ ഓട്ടം പൂർത്തിയാക്കിയിട്ട് നമുക്ക് സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് ഇടയായിട്ട് അതുവരെ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. അങ്ങനെ നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും ദൈവത്തിൻ്റെ കൃപ വരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും താഴ്മയുള്ള എളിമയുള്ള വ്യക്തികളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ നമുക്ക് ദൈവിക കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയുള്ള ശക്തിയും ആത്മധൈര്യവും എല്ലാം ലഭിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൃപ മൂലമാണ്. പരിശുദ്ധ അമ്മയൊക്കെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുന്നിൽ എളിമയോടെ നിന്നപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവൾ എന്ന് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയാനിടയായി തീർന്നത്. നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ദൈവം നമ്മളിൽ ഇരുന്നു കൊണ്ട് വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ വഴി നമ്മൾ വചനം പാലിക്കാനും വചനത്തിൽ നിലനിൽക്കാനുമുള്ള വ്യക്തികളായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും മാറ്റുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ മനസ്സിന് നവീകരണം വഴിയും രൂപാന്തരപ്പെടാനായിട്ടും അങ്ങനെ ദൈവഹിതം എന്തെന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ദൈവത്തിന് പ്രീതിജനകവും പരിപൂർണമായതെന്തെന്ന് വിവേചിച്ചറിയാനായിട്ട് അപ്പോൾ നമുക്ക് സാധിക്കും. പിന്നെ പൗലോസ്ലീഹ പറയുന്നതെന്നാണ്, എനിക്ക് 2 കൊരിന്ത്യക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യത്തിലൊക്കെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുന്നതെന്ന്
അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നതിന് വേണ്ടി പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെ പ്രതി ഞാൻ പ്രശംസിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഞാൻ എത്രത്തോളം ബലഹീനായിരിക്കുന്നുവോ അപ്പോഴാണ് ഞാൻ കൂടുതൽ ശക്തനായിത്തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള ബലഹീനതകൾ, കുറവുകൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ നമ്മൾ അതിലൂടെ എല്ലാം ദൈവം നന്മയാക്കി തീർക്കും. ദൈവത്തിൻ്റെ കൃപകൾ, ദാനങ്ങൾ ദൈവം നമ്മളിലേക്ക് അദൃശ്യമായി ഒഴുക്കുന്നുള്ള ബോധ്യം നമുക്ക് വിശ്വസ്തയോടെ ഈശോയുടെ മുന്നിലായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ പൗലോസ്ലീഹ വെളിപ്പാടുകൾ ആദ്യം നിമിത്തം കൂടുതൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയും എൻ്റെ മേലെ ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരുന്ന പൗലോസ്ലീഹ പറയുന്നു. ആ മുള്ള് മാറാൻ വേണ്ടി 3 പ്രാവശ്യം പൗലോസ്ലീഹ പ്രാർത്ഥിച്ചെങ്കിലും യേശു പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. അങ്ങനെ വെളിപാടുകൾ ആധിപത്യം നിമിത്തം അധികം ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള പിശാചിൻ്റെ ദൂതൻ എന്നാണ് ഇതിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത്. അങ്ങനെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ കൃപ കൂടുതൽ ദൈവം പ്രകടമാക്കുന്നുവെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നതിന് പൂർവാധിക സന്തോഷത്തോടെ സ്വന്തം ബലഹീനതയെക്കുറിച്ച് സന്തോഷിക്കുന്ന പൗലോസ്ലീഹയെ കുറിച്ച് നമുക്ക് ഈ ലേഖനത്തിലൂടെ പൗലോസ് ഒരു വ്യത്യസ്തനായ വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സ്വന്തം ബലഹീനതയെക്കുറിച്ച് ഇങ്ങനെ ആത്മപ്രശംസ ചെയ്യുന്ന ഒരു വ്യത്യസ്ത വ്യക്തിയാണ് പൗലോസ്ലീഹ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി പേര് നമ്മളെ കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ബലഹീനതയിൽ പ്രതി നിരാശപ്പെട്ടിരിക്കാതെ അതിലെല്ലാം ദൈവത്തിൻ്റെ ഓരോ പദ്ധതി പൂർത്തീകരിക്കാനെന്ന ബോധ്യത്തിൽ നിരാശപ്പെടാതെ അതിൽ സന്തോഷിച്ച് അതിൽ ആഹ്ലാദിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രക്ഷ കൃപ വഴിയാണ് നമുക്ക് ഓരോരുത്തർക്കും രക്ഷ കൈവരുന്നത്. കൃപയാലാണ് നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നത്. അതിന് നമ്മളത് യേശു നമ്മൾ കാണിച്ച കാരുണ്യം, അങ്ങനെ വരാനിരിക്കുന്ന കാലങ്ങളിൽ അപരിമേയമായ കൃപാ സമൃദ്ധിയെ വ്യക്തമാക്കുവാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴിയും കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല. അതുമൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായും യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ രക്ഷ പ്രാപിച്ച ഓരോ വ്യക്തികളും നിലനിന്നു പോകുന്നത് ആ ഒരു ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മൾ പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ആയിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ ശക്തിയും കരുതലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൃപയിൽ ചേർന്ന് നിന്ന് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. റോമാക്കാർക്ക് ലേഖനം 5-2 അധ്യായത്തിൽ നമുക്ക് വന്നിരിക്കുന്ന കൃപയിലേക്ക് അവനും പോലെ നമുക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. കഷ്ടത സഹനശീലം പ്രത്യാശയും നമുക്ക് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അങ്ങനെ ചൊരിയപ്പെട്ടിരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ കൃപ ലഭിച്ചെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും പാപം ചെയ്യാനായിട്ട് പാപത്തിലൂടാനായിട്ട് ഒരിക്കലും ദൈവം നമ്മെ ഒരാളെയും അനുവദിച്ചിട്ടില്ല. അങ്ങനെ യേശുവിൻ്റെ കൃപാവരത്തിൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് വചനം പൂർവാധികം ധൈര്യത്തോടെ പ്രസംഗിക്കാനും അങ്ങനെ വചനത്തിൻ്റെ സാക്ഷികളായി തീരാനായിട്ട്
കൃപ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു എന്ന് പൗലോസ്ലിയ തന്റെ ലേഖനങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് പൗലോസ്ലിയ. ഒത്തിരി വെളിപ്പാടുകളിലൂടെയാണ് പൗലോസ്ലിയയ്ക്ക് ദൈവത്തിന്റെ ജ്ഞാനങ്ങളൊക്കെ പകർന്നു തന്നത്. ദൈവികമായ ജ്ഞാനങ്ങളിലൂടെയാണ്. അങ്ങനെ പൗലോസ് താൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമായ എല്ലാന്നും അത് താൻ മനുഷ്യനിൽ നിന്നല്ല അത് സ്വീകരിച്ചതെന്നും ആരും തന്നെ പഠിപ്പിച്ചതല്ല എന്ന് ഗലാത്യർക്ക് ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തില് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് അത് തനിക്ക് ലഭിച്ചതെന്ന് പൗലോസ്ലിയ ആവശ്യപ്പെടുന്നു. ഞാൻ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തന്റെ കൃപയാൽ അവൻ എന്നെ വിളിച്ചു എന്നാണ് പൗലോസ്ലിയ പറയുന്നത്. അങ്ങനെ അവിടുത്തെ പുത്രനെ പ്രതിയും വിജാതരെ പ്രസംഗിക്കാൻ അവൻ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള വേദനകളെയും പോരായ്മകളെയും ദൈവത്തിന്റെ കൃപയും പ്രവർത്തികളും എല്ലാം ദൈവത്തിന്റെ ശക്തിയും നമ്മൾ നിറയാനുള്ള ആ ഒരു ഇടയായിത്തീരാനുള്ള ആ ഒരു വഴിയാന്ന് കരുതിക്കൊണ്ട് അതിൽ നിരാശപ്പെടാതെ ദുഃഖപ്പെടാതെ അതിലേക്ക് നോക്കിയും ഇരിക്കാതെ യേശുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് അതിന് നിരാശയില്ലാതെ കൃപ ലഭിക്കുന്ന വ്യക്തികൾക്ക് ആദ്യമായി ലഭിക്കുന്നത് ദൈവത്തിന്റെ സമാധാനം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ വസിക്കാനായി ഇടയായിത്തീരും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും നമ്മെ ഓരോരുത്തരെയും അത് ബാധിക്കാത്ത രീതിയിൽ ആ പ്രശ്നങ്ങളിലും രോഗത്തിന്റെയും എല്ലാത്തിൻ്റെയും നടുക്കിൽ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ ഒരു മനസ്സമാധാനം സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ് ദൈവത്തിന്റെ കൃപയെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പൗലോസ്ലിയയില് ആ ഒരു ജഡത്തിലുള്ള ആ ഒരു വിഷമം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അത് എടുത്തു മാറ്റാതെ തന്നെ അതിൻ്റെ മുകളിലൂടെ ദൈവത്തെ പ്രഘോഷിക്കാനും ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൃപയാണ് ദൈവം ആ പൗലോസ്ലിയയ്ക്ക് നൽകിയത്. അങ്ങനെ ദൈവത്തിന്റെ ചെറുകിന്റെ കീഴിൽ നമ്മെ ഓരോരുത്തരെയും മറച്ചു പിടിക്കുന്ന നമ്മെ എല്ലാ സംരക്ഷിച്ചും നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരാഗ്രഹത്തിലും എല്ലാം പൗലോസ്ലിയ പല പ്രാവശ്യം കിടന്നപ്പോഴെല്ലാം അവിടെയെല്ലാം പൗലോസിനെ ദൈവത്തിന്റെ കൃപയാല് അവിടെ സമാധാനത്തിൽ കിടന്നുറങ്ങുന്ന ഒരു പൗലോസ്ലിയയാണ് നമ്മളൊക്കെ അവിടെ ആ കാരാഗ്രഹത്തിലൊക്കെ നമുക്ക് വചനത്തിലൊക്കെ കാണാൻ സാധിക്കുന്നത്. നമുക്കും പൗലോസ്ലിയായത് ആ പറഞ്ഞ ആ കൃപ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് നമുക്കും പൂർണ്ണമായി ദൈവത്തിന്റെ മുന്നിൽ പൂർണ്ണമായി നമ്മെ തന്നെ പൂർണ്ണമായി ആശ്രയിക്കാം. അങ്ങനെ അർഹതയില്ലാത്തവരുടെ മേല് ദൈവം ചൊരിയുന്ന ദൈവത്തിന്റെ കൃപയെ കുറിച്ച് നമുക്ക് ഈ ഇതിലൊക്കെ കാണാൻ സാധിക്കും. അർഹതയില്ലാത്തവരുടെ മേൽ ചൊരിയുന്ന ദയയും സ്നേഹവുമാണ് കൃപ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ദൈവത്തിന്റെ സമാധാനവും എല്ലാം നമുക്ക് ലഭിക്കുന്നു. യേശുവും നമുക്ക് വേണ്ടി കുരിശില് ബലിയായി തീർന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങളെല്ലാം യേശു പൂർണ്ണമായും ഏറ്റെടുത്തെന്നുള്ള ബോധ്യത്തില് അങ്ങനെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പാപത്തിന് വേണ്ടിയുള്ള ക്രിസ്തു നമ്മളെ മരിച്ച് നമ്മെ ആ പാപത്തിൽ നിന്ന് ഏറ്റെടുത്ത് പൂർണ്ണമായി രക്ഷിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ക്രിസ്തു ഈ ലോകത്ത് വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മെ അതിൽ നിന്ന്
മോചിപ്പിച്ചു എന്നാണ് സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ സത്ത. ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവുമാണ്. അത് പൂർണ്ണമായി വിശ്വസിക്കുക മാത്രം ചെയ്താൽ നാം എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്നാണ് ഈ പൗലോസിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ പൂർണ്ണമായി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന്, അവിടെ വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ദാനമാണ്, അത് ഒരിക്കലും പ്രവർത്തികളുടെ ഫലമല്ല എന്ന് പൗലോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ച് ക്രിസ്തുവുമായി ഒന്നായി തീരാനായിട്ട്, ക്രിസ്തുവിൽ ആനന്ദിച്ച് ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരാൻ പൗലോസ്ലീഹയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. സുവിശേഷത്തിലല്ലാതെ മറ്റൊന്നിലും ഞാൻ അതും ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനാണ് പൗലോസ്ലീഹ കൂടുതൽ ആഗ്രഹിച്ചത്. റോമക്കാർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തില്, പ്രവൃത്തി കൂടാതെ ദൈവം പാപിയെ നീതീകരിക്കുന്നുവെങ്കിൽ വിശ്വാസത്താൽ ഒരു വ്യക്തിയെ നീതിയായിട്ട് ദൈവം പരിഗണിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ദൈവത്തിലുള്ള പൂർണ്ണമായി വിശ്വസിച്ച ഒറ്റ കാരണം കൊണ്ട് ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് കടന്നു വരുന്നു. ഈശോ നീതിമാന്മാരെ തേടിയല്ല പാപികളെ വിളിക്കാനാണ്. ഈ ലോകത്ത് ആരും തന്നെ നീതിമാന്മാരായ ഒരു വ്യക്തിയും ഒരു പരിപൂർണരായ ഒരു വ്യക്തി പോലും ഇല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണമായി ആദ്യം തന്നെ മനസ്സിലാകേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്താൽ അതൊന്നും ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഏറ്റവും നല്ല സൽപ്രവർത്തികൾ പോലും ദൈവത്തിൻ്റെ മുന്നിൽ നമ്മെ അഹങ്കാരികളും അങ്ങനെയുള്ള വ്യക്തികളാക്കി തീർക്കുകയാണ് ചെയ്ത് നമ്മുടെ ഒരു സൽപ്രവർത്തിയും ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഉള്ള ഇടയായിത്തീരുന്ന കാര്യങ്ങളായിട്ട് ദൈവം പരിഗണിക്കുന്നില്ല. അങ്ങനെ നമ്മളിലുള്ള പാപത്തിൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ പരിപൂർണരല്ല എന്നുള്ള ബോധ്യത്തിൽ അത് അംഗീകരിച്ച് മനുഷ്യനത് ഏറ്റുപറഞ്ഞ് അങ്ങനെ ദൈവത്തിന് മുന്നിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് കൃപയാൽ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മരക്ഷ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ദൈവം നമ്മളിരുന്നു കൊണ്ട് പ്രവർത്തിക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് കൂടുതൽ അധ്വാനിച്ചത് എന്ന് പറയുന്നു. ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. നിയമം വഴിയും നമുക്ക് ദൈവത്തിൻ്റെ നിയമം പാപത്തെക്കുറിച്ചുള്ള ബോധ്യം മാത്രമേ നൽകുന്നത്. ആ നിയമം പാലിച്ചുകൊണ്ട് വിശ്വാസം മാത്രം മതിയോ? നാം വിശ്വാസത്തോടെ തന്നെ ആദ്യം വിശ്വാസം വഴി അത് കഴിഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ ആ നിയമങ്ങൾ കൂടി പാലിച്ചുകൊണ്ട് നമ്മൾ യേശുവിനോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ വ്യക്തികളായി തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷ സ്വന്തമാക്കാനായിട്ട് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ ഒരു കൃപ, ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആ ഒരു ശക്തിയിലേക്ക്, ആ ഒരു യേശുവിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ആദ്യത്തെ കവാടം എന്ന് പറയുന്നത് വിശ്വാസമാണ്. റോമക്കാർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തില്, പാപത്തിൻ്റെ വേതനം മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ കർത്താവ് യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനുമാണ് പ്രദാനം ചെയ്യുന്നത്. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ, അങ്ങനെ സ്വീകരിച്ച വ്യക്തികൾക്ക് മാത്രം നിയമപരമായ വിശ്വാസം പ്രവൃത്തികളിലൂടെ അത് കൃത്യമായി പാലിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ദൈവത്തെ നേടിയെടുക്കാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ദൈവം തന്നെയാണ് നമ്മളെ ദൈവത്തിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് അടുപ്പിക്കുന്നത്. ദൈവം തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. നമ്മൾ യേശുവിൻ്റെ പുറകെ പോവുകയാണ് ചെയ്യുന്നത്.
നമ്മെ യേശു തന്നെ മുൻകൈയെടുത്ത് ആകർഷിച്ച് സ്വന്തമാക്കിയ വ്യക്തികളാണ്. നമ്മൾ ഓരോരുത്തരും മാമോദീസയിലൂടെ യേശു തന്നെ നമ്മെ തെരഞ്ഞെടുത്ത് നമ്മളെ യേശു ആണ് നമുക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ യേശുവിൻ്റെ വിശ്വാസത്തിലേക്കൊക്കെ നമ്മൾ നയിക്കുന്നതെല്ലാം യേശു തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ലാഭമായതെല്ലാം ക്രിസ്തുവിനെ പറ്റി ഞാൻ നഷ്ടമായി കരുതുന്നു എന്ന് പൗലോസ് പറയുന്നു. അങ്ങനെ കൃപ മനുഷ്യന്റെ വീഴ്ചയെ അംഗീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലൂടെ ദൈവത്തിന് നേരിട്ടുള്ള ആ വിളിയിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പൗലോസ് തൻ്റെ സുവിശേഷമെല്ലാം സ്വന്തം കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായി ലഭിച്ചതല്ലെന്നും സ്വന്തം ജ്ഞാനം കൊണ്ട് ലഭിച്ചതല്ലെന്നും അത് ദൈവം തൻ്റെ വെളിപ്പാടിലൂടെ പൗലോസ്ലിയയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുത്തതാണ് എന്നാണ് അതും ഒരു മനുഷ്യൻ്റെയും ആരുടെയെങ്കിലും കീഴിൽ നിന്ന് പൗലോസ്ലിയ പ്രാവർത്തികമാക്കി പഠിച്ചെടുത്തതല്ല. തൻ്റെ പ്രസംഗങ്ങളിലും എല്ലാ ലേഖനങ്ങളിലെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത് പൗലോസിനെ ദൈവം നേരിട്ട് വെളിപ്പാടിലൂടെ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ സുവിശേഷം വെളിപ്പാടിലൂടെ അങ്ങനെ നമ്മുടെ പൗലോസിനെ ലഭിക്കുകയും അങ്ങനെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓരോ വചനങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ തീരും. അങ്ങനെ മനുഷ്യനിൽ നിന്നല്ലാതെ ദൈവത്തെ ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് വെളിപ്പാടിലൂടെ ലഭിച്ച സുവിശേഷം പൗലോസ് പ്രസംഗിക്കുകയും അങ്ങനെ ഒത്തിരി പേരെ അത് മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ട് പൗലോസിലേക്ക് സാധിച്ചു. അങ്ങനെ ദൈവകൃപയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് നമ്മെ വേർതിരിച്ച് നമ്മെ ക്രിസ്തുവിന് വേണ്ടിയും പ്രവർത്തിക്കുന്നവരും ശുശ്രൂഷകരാക്കിയിട്ട് സാക്ഷികളാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിച്ച് അത് എളിമപ്പെട്ട് അത് യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവഹിതം നിറവേറ്റുന്നവരാ വ്യക്തികളായിട്ട് തീരുമ്പോൾ മാത്രമാണ് നമ്മൾ യേശുവിനെ ചേർന്ന വ്യക്തികളായിട്ട് തീരുകയുള്ളൂ എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമാക്കാർക്ക് ഏഴാം അധ്യായത്തിലൊക്കെ 3 ഘട്ടത്തിലൂടെ നമ്മളെ ഓരോരുത്തരും കടന്നു പോകുന്നുവെന്ന് അവിടെ പറയുന്നുണ്ട്. പൗലോസ് ഒരു ഫരിസേയനാണെന്നുള്ള കാര്യത്തിൽ അഹങ്കരിക്കുകയും അങ്ങനെ എല്ലാം തനിക്ക് അറിയുകയും ചെയ്യുന്ന ഒരു സഭയെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ക്രിസ്ത്യാനികളെ ക്രിസ്തു മതത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയും ക്രിസ്തുവിനെ പീഡിപ്പിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് ആദ്യഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ പൗലോസ് ജീവിതത്തിൽ ദമസ്കസിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് യേശു നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ യേശുവിൻ്റെ ആ ഒരു വിശ്വാസത്തിലേക്ക് ആനയിക്കുന്നതും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതുമായ ഒരു രണ്ടാം ഘട്ടം പൗലോസ്ലിയയ്ക്കുണ്ട്. അങ്ങനെ മൂന്നാം ഘട്ടത്തിൽ പൗലോസ്ലിയ ജീവിതത്തിൽ സ്നേഹത്തിൽ പിതാവിന് സത്യം പറയാനായിട്ട് കഴിയുന്ന നല്ലൊരു ഉത്തമ മാതൃകയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയായിട്ട് പൗലോസ് പിന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതാണ് അബ്രാഹത്തിന് നീതിയായിട്ട് തീർന്നത്. അങ്ങനെ വിശ്വാസം വഴിയും അബ്രാഹാം നമ്മുടെ ഓരോരുത്തരുടെ പിതാവായിട്ട് തീരുന്നു. നിയമം വഴിയും ഒരു വ്യക്തിയും ദൈവത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെടുകയില്ല എന്ന് പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നു. നിയമം വഴി പാപത്തെക്കുറിച്ചുള്ള ബോധം മാത്രമേ നിയമത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് നിയമമെല്ലാം കൃത്യമായി പാലിച്ച് എല്ലാ നിയമവും നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി പാലിക്കാനായിട്ട് ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. അത് ക്രിസ്തുവിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ച് ക്രിസ്തുവിൻ്റെ സഹായം വഴി മാത്രമേ നമുക്ക് നിയമങ്ങൾ പാലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. നിയമം ആരെയും രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. വിശ്വസിച്ച് സുവിശേഷം അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് കൽപ്പനകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കാനായിട്ട് നമ്മൾ ദൈവത്തോട് യഥാർത്ഥമായ ആരാധനയിലേക്ക് ദൈവത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തിലെ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും യേശുവിൻ്റെ ആ കൃപയുടെ സിംഹാസനത്തെ നമുക്ക് അടുക്കലേക്ക് ചെല്ലാം. കപടഭക്തിയും പൗലോസ്ലീഹയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ്. വിശ്വാസം എന്നാൽ നമ്മെ നൽകിയവൻ്റെ അടുക്കല് യേശുവിൻ്റെ സ്വന്തമായ യേശു നമ്മൾ കുരിശിൽ നേരിടുന്ന രക്ഷ സ്വന്തമായി സ്വീകരിക്കാനായിട്ട് കൃപയാലുള്ള ആ ഒരു അത് നമുക്ക് ക്രിസ്തുവിൻ്റെ വിശ്വാസം വഴിയും കൃപയാലാണ് നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് അങ്ങനെ വിശ്വാസത്താലുള്ള നീതീകരണം ഒരു വ്യക്തിയുടെ രക്ഷയുടെ ആധാരം അതാണെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ യഹൂദനായ ഒരു വ്യക്തിയും എല്ലാ നിയമങ്ങളും യേശുവിൻ്റെ കാലത്ത് യഹൂദരെല്ലാം കൃത്യമായ നിയമങ്ങളെല്ലാം അവർ ഉപവസിക്കുകയും ആഴ്ച 2 ദിവസം ഉപവസിക്കുകയും എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അവർക്കൊരിക്കലും ആ ഒരു രക്ഷ സ്വന്തമാക്കാനായിട്ട് യേശുവിനെ ഒരു രക്ഷ സ്വന്തമാക്കാനായിട്ട് അവർക്ക് യേശു ജനിച്ചത് പോലും അവർക്ക് ആ യഹൂദർക്ക് യേശുവിൻ്റെ ആ രക്ഷ സ്വന്തമാക്കി സ്വീകരിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിച്ചില്ല. അങ്ങനെ ക്രിസ്തു നമ്മുടെ പ്രവർത്തികൾ കുറ്റം ഈ ദാവീദ് തന്നെ സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ, ദൈവം കുറ്റം ആരോപിക്കാത്തവനും ഭാഗ്യവാൻ എന്നാണ് ദാവീദ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത്. പരമപരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും പാപികളാണെന്നുള്ള ബോധ്യത്തിൽ ആ ദൈവത്തിൻ്റെ മുന്നിൽ എൽമയോടെ നമ്മൾ പാപത്തിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ ദൈവവും മനുഷ്യരുമായി അനുതാപത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് അങ്ങനെ വിശ്വാസത്തിൽ ഈശോയുടെ ആ ഒരു രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാനും അങ്ങനെ കൃപയാൽ അത് ആ രക്ഷ സ്വന്തമായി അത് മരണം വരെ അത് പാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിൻ്റെ സഹായവും കൃപയും നമ്മെ പൂർണ്ണമായി സഹായിക്കുമെന്ന ബോധ്യത്തിൽ പാപം ചെയ്യാതിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സമാധാനവും എല്ലാം നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നിയമങ്ങൾ പാലിക്കാനുള്ള ശക്തിയും യേശുവിൻ്റെ ആ കൃപ വഴിയും നമുക്ക്
വിശ്വസ്തയോടെ നീതിയോടെ എല്ലാം നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് അങ്ങനെ യേശുവിൻ്റെ ആ നിയോഗങ്ങളും വിളിയും അങ്ങനെ നമുക്ക് സുവിശേഷം വായിക്കാനും പഠിക്കാനും അങ്ങനെ പ്രസംഗിക്കാനും എല്ലാം ആത്മധൈര്യവും ശക്തിയും എല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതല്ല, അത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ സ്നേഹത്തിൽ ആയിരുന്ന ഒരു വ്യക്തിയായി തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വചനം വായിച്ച് യേശു എന്നൊരു വ്യക്തിയെ കണ്ടെത്തുവാനും യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചും വിശ്വാസത്തിൽ അംഗീകരിച്ച് സ്നേഹിച്ചും അങ്ങനെ ഒരു ദൈവവുമായുള്ള ഒരു സന്തോഷത്തിൽ ആനന്ദത്തിൽ സമാധാനത്തിൽ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇട നൽകണമെന്ന് പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ കാർക്കേതിലെ 14 വാക്യത്തിൽ ദൈവാത്മാവ് നയിക്കുന്നവരെല്ലാം ദൈവം ഒരിക്കലും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ല. പരിശുദ്ധാത്മാവ് മുഖാനിയല്ലാതെ നമുക്ക് യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ കഴിയില്ലെന്ന്. അങ്ങനെ യേശു പൂർണ്ണമായ രക്ഷ യേശുവിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരുന്നത്. യോഹന്നാൻ സുവിശേഷം 16:13-14 വാക്യത്തിൽ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വയമേധ സംസാരിക്കുകയല്ല, കേൾക്കുന്നത് മാത്രം സംസാരിക്കുകയും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് സ്വീകരിക്കുന്നു, അത് നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തുകയും എല്ലാ വരങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് വഴിയും യേശുവിനെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം യേശുവാണ് എന്നുള്ള ഒരു ബോധ്യത്തില് യേശുവും സ്വന്തം കുരിശുമരണം വഴിയും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ള നിയമം വഴിയല്ല, വിശ്വാസം വഴിയാണ് നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ലേഖനങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ യേശുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ നീതീകരണമുള്ള അടിസ്ഥാനമുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പാപമില്ലാത്ത വ്യക്തിയെ പോലെ ആക്കി ദൈവം കരുതുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറ്റം പാപിയെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ കുറ്റങ്ങളെല്ലാം ഈശോ ദൈവം അത് ഒരു കുറ്റം ചെയ്യാത്ത വ്യക്തിയെ പോലെ അവനെ കാണുകയും അവനെ നീതിമാനായിട്ട് കരുതുകയും ചെയ്യുന്നു എന്നാണ് ഈ നീതീകരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1, ദൈവം നീതിമാനാണ്. 2, നമ്മൾ ഒരു വ്യക്തിയും ദൈവത്തിന് മുന്നിൽ പരമപരിശുദ്ധരോ നീതിയുള്ള വ്യക്തികളല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യമാണ്. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് മനുഷ്യന്റെ സകല പ്രശ്നങ്ങളിലെയും അടിസ്ഥാന കാരണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അങ്ങനെ ആത്മപ്രശംസ ചെയ്യുന്നത് നമ്മൾ യേശുവിലായിരിക്കണം. അങ്ങനെ ശിക്ഷാവിധിയിൽ ആയിപ്പോയ വ്യക്തിയെ മനുഷ്യനെ നീതീകരിച്ച് വിശ്വാസം വഴി ദൈവം അത് നീതിമാന നിലയിലേക്ക് പാപക്ഷമ നൽകി ക്രിസ്തു നമ്മെ നീതീകരിച്ച് പരിപൂർണനാകിയ വ്യക്തികളാക്കിയിട്ട് ദൈവം തീർക്കുന്നു.
അങ്ങനെ ക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് പകരക്കാരനായി മരിച്ചുകൊണ്ട് നമ്മെ പാപകരമായതിൽ നിന്ന് ജയിച്ച് യേശുവിനോടുകൂടെ കൃപയിൽ നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്താൽ ആക്കി തീർത്തിരിക്കുന്നു എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാനായിട്ട് അതുവഴിയും നമ്മൾ നിയമത്തിന് മരിച്ച് നമ്മൾ യേശുവുള്ള വിശ്വാസത്താൽ അത് ദൈവത്തിലെ രക്ഷ സ്വന്തമാക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഇടയായിത്തീരാനായിട്ട് ഇടയാക്കണമേ. അങ്ങനെ നിയമം നിർവഹിക്കാനുള്ള ശക്തി ഒരിക്കലും പഴയ നിയമത്തിൽ ആ നിയമത്തിന് നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല. കൃപ വഴി ആണ് നിയമം അനുഷ്ഠിക്കാനുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നത്. അങ്ങനെ യേശു കുരിശിൽ മരിച്ചത് വഴിയും നമുക്ക് നിയമലംഘനത്തിനുള്ള ശാപം നീക്കുക മാത്രമല്ല യേശു തൻ്റെ സ്വന്തം പ്രവർത്തനത്താല് പാപങ്ങളെല്ലാം നീക്കിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെ രക്ഷയിലേക്ക് ആനയിക്കുകയും കൂടി ചെയ്തു. അങ്ങനെ ഓരോ മനുഷ്യനും ക്രിസ്തുവില് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യേശു എനിക്ക് വേണ്ടി മരിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിത്യനായ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നു. അങ്ങനെ യേശുവിലുള്ള വിശ്വാസത്താലുള്ള ജീവിതം എന്നെയും നിന്നെയും എല്ലാം യേശു പൂർണ്ണമായി സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടിയും പൂർണ്ണമായ ഒരു വില കൊടുത്തുകൊണ്ട് ഈശോ സ്നേഹവും ത്യാഗവും വഴി നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച് നമ്മെ നിത്യജീവനെ അവകാശികളാക്കിയിട്ട് ദൈവം തീർക്കുന്നു. അങ്ങനെ വിശ്വാസം നമ്മൾ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ രക്ഷ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ നിത്യജീവനിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമുക്ക് പൂർണ്ണമായ ദൈവത്തിൻ്റെ സ്വരങ്ങൾ പൂർണ്ണമായി കേൾക്കാനായിട്ട് വിശ്വാസം വഴി നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ കൃപ ലഭിക്കാനായിട്ട് യേശുവിൻ്റെ ആ സ്വരങ്ങൾ യേശുവിൻ്റെ ആ വെളിപ്പാടെല്ലാം ലഭിക്കാനായിട്ട് ഈശോയെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. അങ്ങനെ നമുക്ക് 2 പത്രോസിന്റെ ലേഖനത്തില് 1-ാം അധ്യായം 2-ാം വാക്യത്തില് അങ്ങനെ നമുക്ക് ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പരിപൂർണമായ അറിവ് മൂലം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ദൈവം നൽകിയിരിക്കുന്നു. അങ്ങനെ യേശുവിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഈശോ പകർന്നു നൽകുന്നു. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ ദൈവത്തിൻ്റെ കൃപകളും ദാനങ്ങളും ദൈവം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മുടെ ഭക്തിക്കും ജീവിതത്തിനും ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലെ ഒന്നിനെ പുറകെ നടക്കാതെ അത് ക്രിസ്തുവിൻ്റെ വചനം അറിയാനായിട്ട് വചനം ശ്രവിക്കാനായിട്ട് അത് വിശ്വസിച്ച് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കൂടുതൽ അനായാസപരമായ ഒരു ജീവിതം, പുതിയ നിയമ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള കൃപ നിറഞ്ഞൊരു ജീവിതമാണ്. കഴിവിലല്ല,
നമ്മൾ നമ്മൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ അധ്വാനിച്ചതല്ല, ദൈവമാണ് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. എഫെസ്യർ 2-8 വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തത് ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ചിന്തിക്കാതെ പ്രേരിപ്പിക്കാതെ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ കൃപകൾ വഴി നമ്മളെ അത് സൽപ്രവർത്തികൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. 1 കൊരിന്ത്യർക്കാർക്ക് 5-10 ഞാൻ എന്തായിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവം എന്നിൽ മേൽ ചൊരിഞ്ഞ കൃപ ഒരിക്കലും നഷ്ടമായി തീരാനായിട്ട് ഞാൻ ഇടയാക്കി തീർത്തിട്ടില്ല. ഞാൻ എല്ലാവരേക്കും കൂടുതൽ അധ്വാനിച്ചു, എന്നാൽ ഞാനെല്ലാം എന്നിലുള്ള കൃപയാണ് കൂടുതൽ അധ്വാനിച്ചത് എന്ന് പൗലോസ് പറയുന്നു. ഏറ്റവും ഒടുവിലാക്കപ്പെട്ട അകാലജാതനാണ് ഞാൻ. എങ്കിലും അവിടുന്ന് എനിക്ക് പ്രത്യക്ഷനായി. അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ് ഞാൻ. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എൻ്റെ വചന പ്രസംഗവും വിജ്ഞാനവും കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിലുള്ള ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതായിരുന്നു. നിങ്ങളുടെ വിശ്വാസം അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമായിരുന്നില്ല, ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഞാനത്. ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയിട്ട് ദൈവം കരുതുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ലോകം ലൗകിക ജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. വിശ്വസിക്കുന്നവരെ സുവിശേഷത്തിന്റെ ഭോഷത്വം നിമിത്തം രക്ഷിക്കാൻ അവിടുന്ന് തീരുമാനസായി. യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടം. അവിടുന്ന് നമുക്ക് ദൈവവും നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവുമായി പവിത്രീകരണവുമായി യേശുവിനെ അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അബ്രാഹാം അപരിച്ഛേദനായിരിക്കുമ്പോഴോ ആയിരുന്നു അല്ല ആ കാര്യം. അബ്രാഹാം വിശ്വാസം വഴിയാണ് പിതാവായിട്ട് പരിഗണിക്കുകയും ചെയ്തത്. അത് പ്രവർത്തികൾ കൂടാതെ തന്നെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസം എവിടെയുണ്ടോ അവിടെ അനുസരണം നമുക്ക് പൂർണ്ണമായിട്ട് അനുസരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വിശ്വാസത്തിനെ കുറിച്ചൊക്കെ റോമക്കാർക്ക് ലേഖനത്തിലൊക്കെ ഹെബ്രായർ 11:4 വിശ്വാസം വഴി ആബേൽ കായലിനേക്കാൾ ശ്രേഷ്ഠമായ ബലി അർപ്പിച്ചതായിട്ട് അവിടെ കാണുന്നു. അതുകൊണ്ട് അവൻ നീതിമാനായിട്ട് കരുതി. വിശ്വാസം മൂലം ഹെനോക്ക് എടുക്കപ്പെട്ടു. പിന്നെ ആരും അവനെ കാണപ്പെടുത്തില്ല ആരുടെ മുന്നിലും എന്ന് പറയുന്നു. വിശ്വാസം മൂലം നോഹ അന്ന് വരെ സംഭവിക്കാത്ത അതിനെപ്പറ്റി ദൈവം പറഞ്ഞപ്പോൾ, മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പെട്ടകം നിർമ്മിച്ചു. വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് വിളിച്ചപ്പോൾ അത് പൂർണ്ണമായി അനുസരിച്ചത് അവരെല്ലാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസം വഴിയാന്ന് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവരെല്ലാം വിശ്വാസം മൂലം ദൈവം പറയുന്നത് പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിൽ വിശ്വസിച്ചു. റോമക്കാർക്ക് ലേഖനം 5:1 നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനും
ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും അങ്ങനെ പ്രത്യാശയിൽ പൂർണ്ണമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങൾ പിശാച് നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഇട്ടുതരുമ്പോൾ അതെല്ലാം ദൈവത്തെ പ്രതിയും പ്രത്യാശയിലൂടെ അത് നോക്കിക്കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും വേണ്ടിയും ദൈവത്തിന് മുന്നിൽ നമുക്ക് പ്രത്യേകമായി ഓരോ നിമിഷവും ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം വാക്യത്തില് നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങളും ഭാരവും നീക്കിക്കളയാം. നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സവത്തോടെ നമുക്ക് ഓടി തീർക്കാം. അങ്ങനെ നമുക്ക് ചുറ്റും ഒരു ദൃശ്യമായ ഒരു ലോകം നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്. അങ്ങനെ നമുക്ക് വിശ്വാസത്തിന്റെ നാഥനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ ഓട്ടം പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശയോടെ നമുക്ക് ജീവിതം ഓടിത്തീർക്കാം. കഷ്ടത സഹനശീലവും നമുക്ക് ആത്മധൈര്യവും പ്രത്യാശയും നൽകുന്നു. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. അങ്ങനെ ആ പ്രത്യാശ വഴിയും ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആ സ്നേഹത്തെ ഹൃദയത്തിലേക്ക് ദൈവം ഓരോരുത്തരെയും ചൊരിഞ്ഞിരിക്കുന്നു. അന്ത് കൊറിന്ത്യർക്കാർക്ക് ലേഖനം 3-14 ക്രിസ്തുവിന്റെ സ്നേഹം എനിക്ക് ഉത്തേജനം നൽകുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത് കൊണ്ട് ക്രിസ്തുവിനെ മാത്രം തരാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ ഒരു സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. നിങ്ങളിടയിലായിരിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും പറയുന്നതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. യേശുവിൻ്റെ ആ കുരിശിൽ യേശു രക്ഷിച്ചു തന്ന ആ സ്നേഹത്തെക്കുറിച്ച് അറിയാനായിട്ട് ബാക്കി ഒന്നിനെ കുറിച്ചും അറിയേണ്ടതായിട്ട് കാര്യമില്ലെന്ന് പൗലോസ്ലീഹ കരുതി. അതും ഈശോയെ കുറിച്ച് അറിയുക, അതും ക്രൂശിതനായ യേശുവിനെ കുറിച്ച് അറിയാനാണ് പൗലോസ്ലീഹ കൂടുതൽ പരിശ്രമിച്ചത്. 1 കൊറിന്ത്യർക്കാർക്ക് 1-ാം വാക്യത്തില് ഞങ്ങളാകത്തെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ആ ജീവിതത്തിന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചുകൊണ്ട് കുരിശിൽ എനിക്ക് വേണ്ടിയും ബലിയാത്ര തീർന്ന യേശുവിനെ കുറിച്ച് പൗലോസ്ലീഹ അതിയായി ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. 1 കൊരിന്ത്യർക്കാർ 1-ാം വാക്യത്തില് നാശത്തിൽ വിചാരിക്കുന്ന നമുക്ക് ക്രിസ്തുവിന്റെ വചനം പോഷത്വമാണ്, രക്ഷയിൽ വിചാരിക്കുന്ന നമുക്കും ദൈവത്തിന്റെ ശക്തി അത്രേ. അങ്ങനെ കുരിശിലെ നമുക്ക് ദൈവം നേരിടുന്ന രക്ഷ വിശ്വസിച്ചുകൊണ്ട് അത് ദൈവത്തിന്റെ ശക്തി നമ്മളുടെ ഉള്ളിലേക്ക് ഓരോരുത്തരിലേക്കും കൃപ വഴിയും നമ്മളിലേക്ക് ചൊരിയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ലേഖനം 6-14 വാക്യത്തില് 6-14 വാക്യത്തിലൊക്കെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് കുരിശിലല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും മറ്റൊന്നിലും മേന്മ ഭാവിക്കാനായിട്ട് എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്ന് പൗലോസ്ലീഹ പറയുന്നു.
ആരെങ്കിലും അഭിമാനിക്കുന്നെങ്കിൽ അത് കുരിശിനെ കുറിച്ച് ആണ് അഭിമാനിക്കുന്നത്. എഫേസ്യർ 2:14 വാക്യത്തില് അവൻ നമ്മുടെ സമാധാനമാണ്, ഇരു കൂട്ടരെയും അവർ ഒന്നിപ്പിക്കുന്നു, ശത്രുതയുടെ മതിലുകള് തകർക്കുകയും ചെയ്തു. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ ഒരു സമാധാനത്തിന്റെ ഒരു സ്ഥാപിച്ചിരിക്കുന്നു. ക്രിസ്തു വഴിയും ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുകയും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിക്കാൻ അവൻ ഇങ്ങനെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ യേശു സ്നേഹത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഈശോയിലെ ഒന്നിപ്പിച്ച വ്യക്തിയാണ്. കൊളോസ്യർക്കാർക്ക് ലേഖനം 1:20 വാക്യത്തില് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളിലും അവനിലൂടെ അവൻ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും കുരിശിൽ ചിന്തിയ രക്തം വഴിയും സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കുരിശിന്റെ ആ ഒരു വചനം പൂർണ്ണമായി വായിക്കാനും അങ്ങനെ ദൈവത്തിന്റെ വെളിപാടുകൾ ലഭിക്കാനായിട്ട് നമുക്കും ഈശോയുടെ ആ കുരിശുമരണത്തെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനായിട്ട് പൗലോസ്ലീഹയെ പോലെ നമുക്കും ഈശോയുടെ ആ കുരിശിനെ ധ്യാനിച്ച് അതിനെ പൂർണ്ണമായി ഈശോ പൗലോസ്ലീഹ നമുക്കൊരു രഹസ്യം പറഞ്ഞു തരികയാണ്. അത് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള രഹസ്യമാണ് പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് രഹസ്യമായിട്ടാണ് പൗലോസ്ലീഹ പറയുന്നത്. മക്കൾക്ക് ലേഖനം 6:25-26 വാക്യങ്ങൾ എൻ്റെ സുവിശേഷം അനുസരിച്ച് യേശു ക്രിസ്തുവിനെ കുരിശിനെ കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ച് രഹസ്യത്തിന്റെ ഒരു വെളിപ്പാടനുസരിച്ച് നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. ഞാനിത് ഈ പ്രഘോഷണം ഒരു രഹസ്യമായിട്ടാണ് വിചാരതയിടയിൽ സ്വകാര്യമായി പറഞ്ഞ കാര്യങ്ങള് ഇത് വെളിപ്പെട്ട് കിട്ടിയ ആ ഒരു വലിയ രഹസ്യമായിട്ടാണ് പൗലോസ്ലീഹ ഇത് നമുക്ക് മറനീക്കി നമ്മൾ മുന്നിൽ പൗലോസ്ലീഹ പറയുകയാണ്. ഞാൻ പ്രസംഗിക്കുന്ന വചനം മാനുഷികമായി ഞാനത് മനുഷ്യനിൽ നിന്ന് സ്വീകരിച്ചതല്ല, ആരും അത് തന്നെ പഠിപ്പിച്ചതുമല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെ എനിക്ക് ലഭിച്ചതാണെന്നാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. ഗലാത്യർക്കെതിരെ 2:20 വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശനായിരിക്കുന്നു, ഇനിമേൽ ഞാനെല്ലാം ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഹീയമായ ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ ഈശോ എന്നെ സ്നേഹിച്ചു, എനിക്ക് ബലിയായി തീർന്നു. എനിക്ക് എൻ്റെ കുരിശുകളും പാപങ്ങളെല്ലാം ഈശോ കുരിശിൽ സഹിച്ചുകൊണ്ട് ഈശോ എന്നെ സ്നേഹിച്ചു. എഫേസ്യർ 5:23 വാക്യങ്ങളിലൊക്കെ മറ്റൊരുവനും നിരക്ഷയില്ല, ആകാശത്തിന്റെ മനുഷ്യരെ രക്ഷയ്ക്ക് നൽകുന്ന ഏകനാമം യേശു എന്ന നാമം മാത്രമാണ്. നമുക്കും ഈശോയത് പൂർണ്ണമായും നമുക്ക് പൂർണ്ണമായി പ്രാർത്ഥിക്കാം. ഈശോയെയും ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെയും ആ വിശ്വാസത്തിൻ്റെയും ക്രിസ്ത്യനായ ഈശോയെ കുറിച്ച് ധ്യാനിക്കാനും അങ്ങനെ വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്ന ബോധ്യത്തില് ദൈവത്തിന്റെ കൃപയില് പൂർണ്ണമായി വിശ്വാസത്തില് പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തില് നമ്മളിലുള്ള എന്തെല്ലാം പുണ്യങ്ങളുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് നമ്മൾ ഇതില് ദൈവം നമ്മളിലൂടെ മുൻകൈയെടുത്ത് നമ്മെ എല്ലാ പ്രവൃത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ നമ്മെ ഓരോരുത്തരെയും മുൻകൂട്ടി നിശ്ചയിച്ചവരാണ് എന്നുള്ള ബോധ്യത്തില് നമ്മൾ
എന്തൊക്കെ ചെയ്യുന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനവും കൃപയും കൊണ്ടാണെന്നുള്ള എളിമയിൽ വ്യാപരിക്കാനായിട്ട് നമുക്ക് ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഈശോയുമായ ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ സ്നേഹത്തിലായിരുന്നു കൊണ്ട് കൃപ വഴിയും നമുക്ക് ദൈവത്തിലെ പാപങ്ങളെല്ലാം ചെയ്യാതിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണെന്നുള്ള ബോധത്തിൽ ദൈവത്തിനെ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വസിച്ച് അത് അത്തരത്തിലൂടെ ഏറ്റു പറയുകയും അങ്ങനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നതെന്ന ബോധത്തിൽ നമുക്ക് ഈശോ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ ഒക്കെ വായിക്കാനും അത് ധ്യാനിക്കാനും അത് പഠിക്കാനും അങ്ങനെ വചനം പ്രസംഗിക്കുന്നവർ മാത്രമാണ് വചനം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ഈശോയുടെ മുന്നിൽ കൂടുതൽ എളിമയോടെ നമുക്ക് വ്യാപരിക്കാനായിട്ട് അങ്ങനെ വചനത്തിൽ ഊന്നിക്കൊണ്ട് വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് അങ്ങനെ ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ബോധത്തിൽ പൗലോസ്ലീഹായെ പോലെ തീഷ്ണതയുള്ള യേശുവിന് വേണ്ടിയും മരിക്കാൻ പോലും തയ്യാറായ പൗലോസ്ലീഹായെ പോലെ നമുക്കും ഈശോയെ ഇവിടെ തീഷ്ണതയുള്ള വ്യക്തികളായി തീരാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.